വാഗമണ്ണിലേക്ക് വരുന്നവർ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് പുള്ളിക്കാനം. ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചയും തേയിലത്തോട്ടവും അതിനെ ഒരുപാട് മനോഹരമാക്കുന്ന കുറേ ഇടങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് പുള്ളിക്കാനം ലേക്ക് വ്യൂവിലാണ്. തേയിലക്കാടുകൾക്കിടയിലായിട്ടൊരു കൊച്ചു തടാകമാണ് കേട്ടോ. അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. ഈ ലേക്കിൻ്റെ ആ ഭംഗിയൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ മാക്സിമം രാവിലെ വരാൻ ശ്രമിക്കുക. ഈ തേയിലത്തോട്ടമൊക്കെ പുള്ളിക്കാനം ടീ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്. അവരെല്ലാം തേയില നുള്ളാൻ വേണ്ടി രാവിലെ എത്തിയിരിക്കുവാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ തേയില നുള്ളുന്ന കാഴ്ചകളൊക്കെ കാണുന്നത്. ലേക്ക് വ്യൂവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് പുള്ളിക്കാനം ജംഗ്ഷനിലേക്കാണ്. അവിടെ ഒരു കൊച്ചു കടയിൽ കയറി നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. ഈ കടയുടെ തൊട്ടു പിറകിലൊരു പാറയുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഈ റൂട്ടിൽ ബൈക്ക് റൈഡൊക്കെ വരുന്നവർക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നിർത്തിയൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് നല്ല കാഴ്ചകൾ ഇവിടെ ഉണ്ട്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. ഈ കാണുന്ന ഒരു ചായക്കട മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു കൊച്ചു വീടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതിനോട് ചേർന്ന് നിങ്ങൾ ഈ കാണുന്നത് പുള്ളിക്കാനം പോസ്റ്റ് ഓഫീസാണ്. ഇതുപോലുള്ള കെട്ടിടങ്ങളും കൊച്ചു വീടുകളും ഒക്കെ നമുക്ക് ഈ റൂട്ടിൽ ഒരുപാട് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ജംഗ്ഷനിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി തിരികെ പോവാണേ. അങ്ങനെ തിരിച്ചു വരുന്ന വഴി നമ്മൾ റോഡിൽ വണ്ടിയൊക്കെ നിർത്തി ഈ മേളിൽ കാണുന്ന വീട്ടിലേക്ക് കയറി പോവാണ്. മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടാണെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങൾ ഈ ബൊഗൈൻവില്ലയൊക്കെ കണ്ട് ജസ്റ്റ് ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. ഇവിടെ കുറേ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മേയാൻ വിട്ടിരിക്കുന്ന കുറേയേറെ പശുക്കളെയും കാണാം. വാഗമണ്ണിൽ നിന്ന് വെറും 12 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ പുള്ളിക്കാനത്തേക്ക്. പക്ഷെ തീരെ പരിഗണിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാമീണ കാഴ്ചകളും തേയിലക്കാടുകൾക്കുള്ളിൽ ഇതുപോലുള്ള കൊച്ചു വീടുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ റൂട്ടിൽ മസ്റ്റായിട്ടും ട്രാവൽ ചെയ്തൊന്ന് നോക്കണേ. ഈ റൂട്ടിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് നൽകുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്ത ഡീറ്റെയിൽസൊക്കെ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെക്ക് ചെയ്യുക. ഇത് ഞങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു കുട്ടി ഫാമിലി ട്രിപ്പായിരുന്നു. കല്യാണത്തിന് ശേഷം കുട്ടികളൊക്കെ ആയിട്ട് ഇതുപോലുള്ള സ്ഥലത്തേക്ക് വരുമ്പം കിട്ടുന്നൊരു സന്തോഷം അത് ഭയങ്കരമാട്ടോ. രാവിലെ ഇറങ്ങിയുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ പതിയെ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി റൂമിൽ എത്തിയിട്ട് വേണം കേട്ടോ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഇവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയ. നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ ഏറ്റവും മുകളിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഒന്നും നമ്മൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മൊട്ടക്കുന്ന് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ വെയിലൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ ആയിട്ട് ആ റൂട്ട് പാടായതുകൊണ്ട് പൈൻ ഫോറസ്റ്റിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഒരു സമയത്തും നല്ല തണുപ്പാണ്. നമുക്ക് ഇങ്ങോട്ടുള്ള സ്റ്റേയും കാര്യങ്ങളും ഒക്കെ അതുപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പാർട്ട് 1 ഇതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ എന്നും ഓർത്ത് വെക്കാൻ പറ്റുന്ന 2 നല്ല ദിനങ്ങളായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞു പോയത്. ഇനി നേരെ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഏലപ്പാറ കുട്ടിക്കാനം റൂട്ട് വഴിയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പൈൻ ഫോറസ്റ്റിലേക്ക് ചെന്നപ്പോൾ ഉള്ള ഞങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഇതുപോലെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഇന്ന്. ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി ഇതിനുള്ളിൽ കയറാൻ പറ്റിയത്.
കുറേ നേരം നടന്ന് നമ്മൾ താഴെ എത്തി. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികളായിട്ടൊന്നും ഇരിക്കാൻ പോലും ഒരിടമില്ലായിരുന്നു കേട്ടോ, അതുപോലെ തിരക്കായിരുന്നു. നമ്മളാകെ ബുദ്ധിമുട്ടിയത് ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഇങ്ങോട്ടുള്ള വരവും അങ്ങോട്ടുള്ള കയറ്റവും ഓർക്കുമ്പം എന്തിനാണ് ഇവിടെ വന്നതെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണേ. ഇങ്ങോട്ടൊക്കെ വരുന്നവർ മാക്സിമം രാവിലെ വരാൻ ശ്രമിക്കുക. ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ഫാമിലി കാണില്ലേ, ചേച്ചിമാരുടെ കുട്ടികളെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. കൊച്ചു ഈ ട്രിപ്പിന് വന്നതേ കുഞ്ഞാഞ്ചിയുടെ കൂടെ കളിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ കുട്ടിക്കാനമൊക്കെ എത്തിയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇവിടുത്തെ സ്റ്റേയും പുള്ളിക്കാനത്തെ കുറേ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മൾ സ്റ്റേ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ പാർട്ട് 1-ലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു പീസ്ഫുൾ വൈബൊക്കെയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി വാഗമണ്ണ് വരുമ്പം പുള്ളിക്കാനം റൂട്ട് വഴി ഒന്ന് കയറി ഇറങ്ങാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും.